കഴിഞ്ഞ വർഷം വെറും 345 വോട്ടിനാണ് കുറ്റ്യാടി മണ്ഡലം ലീഗിന് കൈവിട്ടത്. ഇപ്രാവശ്യം അതിശക്തമായ ഒരു മത്സരത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. ഏറ്റവും നല്ല രണ്ട് കാൻഡിഡേറ്റ് ഈ കുറ്റ്യാടി മണ്ഡലത്തിലെ കാൻഡിഡേറ്റുമാരായിരിക്കും എന്നാണ് ഞാൻ കാണുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രദേശത്തിന് മൊത്തത്തിൽ ഈ രണ്ട് സ്ഥാനാർത്ഥിനെ ഇഷ്ടപ്പെടുന്ന ഒരു മണ്ഡലം ഇവിടെ വളരെ കുറവായിരിക്കും. കാരണം ഒന്നുകിൽ എതിർ സ്ഥാനാർത്ഥിന് ആർക്കും അഭിപ്രായം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ജയിക്കുന്ന പാർട്ടിന് ആർക്കും താല്പര്യം ഉണ്ടാവില്ല. ഇവിടെ അതല്ല, ഇത് LDF അല്ലെങ്കിൽ UDF പോരാട്ടം മാത്രമല്ല, ഇത് വ്യക്തികൾ തമ്മിലുള്ള മത്സരം കൂടിയാണ്. കാരണം എന്താണ്, കുഞ്ഞോട്ടി മാഷ് എന്ന് പറയുന്നത് കുറ്റ്യാടിയിലെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന, പണ്ട് കാലത്തെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുപോലെ തന്നെയാണ് പാറക്കൽ അബ്ദുള്ള. അത്രക്കും ഇഷ്ടമാണ്, ഇവിടുത്തെ ജനങ്ങൾക്ക് ഭയങ്കര ഉപകാരങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള മത്സരമാണ്. അതുകൊണ്ടായിരിക്കും കഴിഞ്ഞ വർഷം 345 വോട്ടിന്റെ ചെറിയ ഭൂരിപക്ഷത്തിൽ ഇവിടെ പാറക്കൽ അബ്ദുള്ള തോറ്റത്. സാധാരണ കുറ്റ്യാടി മണ്ഡലം എന്ന് പറഞ്ഞാൽ LDF ഒരുപാട് വോട്ടുകൾക്ക് ജയിക്കുന്ന മണ്ഡലമാണ്. പക്ഷെ ഇവർ രണ്ടും തമ്മിലുള്ള ശക്തമായ ഒരു പോരാട്ടം ആയതിനെ കൊണ്ടായിരിക്കാം വോട്ട് കുറഞ്ഞത്. ഇപ്രാവശ്യം അത് നല്ലൊരു പ്രതിഫലിക്കുന്നുണ്ട്. നല്ല രണ്ട് കൂട്ടർക്കും നല്ല അഭിപ്രായമാണ്. ഇപ്പൊ LDFന് പാറക്കൽ അബ്ദുള്ളന്റെ അഭിപ്രായമുണ്ട്. അതുപോലെ കുഞ്ഞമുദ്കുട്ടി മാഷിനെ അന്വേഷിക്കുമ്പോൾ UDF ആയിരിക്കും താല്പര്യമുണ്ട്. അങ്ങനെ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബലാബലമായിട്ടുള്ള രണ്ട് വ്യക്തികൾ തമ്മിലുള്ള മത്സരമാണ്. ഈ മത്സരത്തിലെ അന്തിമ വിജയം ആർക്കാണെന്നുള്ളത് പ്രവചിക്കാൻ വളരെ പ്രയാസമാണ്. നിഷ്പക്ഷമായിട്ടുള്ള വോട്ടുകളായിരിക്കും ഈ മണ്ഡലത്തെ വിജയം ആരെ കൂടെ ഉണ്ടാവുക എന്നുള്ളത്. ഇപ്രാവശ്യമെങ്കിലും UDF തിരിച്ചു പിടിക്കുമോ എന്നുള്ളത് അറിയാൻ നമുക്ക് ആകാംക്ഷയുണ്ട്. നമുക്ക് എന്തായാലും ഇവിടുത്തെ ജനങ്ങളോട് ഒന്ന് അന്വേഷിക്കാം. ഇവിടെ കുറ്റ്യാടി നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു നല്ലൊരു ടൈറ്റ് മത്സരം നടന്നേ. രണ്ട് പ്രമുഖ സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. ഇപ്രാവശ്യം ആരെ പക്ഷത്തായിരിക്കും ചെയ്യാം? അഭിപ്രായം ഉണ്ടോ? LDF ആണോ UDF ആണോ? UDF ആണ്. രണ്ട് ചുണക്കുട്ടികളാണ് രണ്ട് പക്ഷത്തും മത്സരിക്കുന്നത്. ഒന്ന് കുഞ്ഞമുദ്ദുള്ള കുട്ടി, പിന്നെ കുഞ്ഞമുദ്ദി കുട്ടി മാസ്റ്ററും. ആരെ പക്ഷത്തായിരിക്കും ഇപ്രാവശ്യം ചെയ്യാം? LDF. നിങ്ങളെ അഭിപ്രായത്തില് LDF തന്നെ? LDF UDF ജയിക്കും. പാറക്കൽ അബ്ദുള്ള കഴിഞ്ഞ പ്രാവശ്യം വെറും 355 വോട്ടിനാ തോറ്റി. ഇപ്രാവശ്യം ജയിക്കുന്ന ഉറപ്പാണോ? പ്രതീക്ഷ അല്ലേ? അപ്പം മത്സരം ടൈറ്റ് ആണ്. വളരെ ടൈറ്റ് ആയിട്ട് ആണ് കാണുന്നത്. രണ്ടും പാർട്ടിയും പോരാട്ടത്തിലാണ്. കഴിഞ്ഞ പ്രാവശ്യം 5 വർഷം കുഞ്ഞമ്മദ് കുട്ടി മാഷ് എന്തെങ്കിലും കുറ്റ്യാടിക്ക് വേണ്ടി നല്ല നന്മകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതെ, മൂപ്പര് നല്ല പ്രവർത്തനമാണ് ഇതുവരെ കാഴ്ചവെച്ചെന്നാണ് തോന്നുന്നുള്ളൂ, അറിയില്ല. പൊതുവേ ഉള്ള ഒരു അഭിപ്രായം, ഞാനോ പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായിട്ട് അങ്ങനെ ഞാൻ ബന്ധപ്പെടാറില്ല. എന്നാലും ഒരു പൊതുവിലുള്ള കാര്യം വെച്ച് നോക്കുന്നതാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത. എതിർ സ്ഥാനത്ത് പാറക്കൽ അബ്ദുള്ള പൊതുവെ ജനപ്രിയനാണല്ലോ അല്ലെ? അദ്ദേഹത്തിനെ പറ്റിട്ട് എന്തെങ്കിലും പറയാനുള്ളത്? ഇല്ല, മൂപ്പര് വ്യക്തിപരമായിട്ടൊന്നും നമ്മൾ രണ്ടാൾക്കും അങ്ങനെ വ്യക്തിപരമായിട്ട് വലിയ മോശക്കേടൊന്നും ഇല്ല. നല്ല അഭിപ്രായം. നല്ല അഭിപ്രായം. വളരെ ടൈറ്റ് ആയിട്ടുള്ള മത്സരം ഇപ്രാവശ്യം ടൈറ്റ് തന്നെ ആയിരിക്കും. ചെറിയ ഭൂരിപക്ഷത്തിലാണ് ജയം നിർണ്ണയിക്കുക. ഇവിടെ ഇനിയിപ്പോ 10 കൊല്ലം പിണറായി വിജയന് ഭരണം നടത്തി. അതിന്റെ എന്തെങ്കിലും കോട്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഭരണക്കോട്ടങ്ങൾ? അല്ല, അതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. ഇനിയൊരു 5 കൊല്ലം ചേഞ്ച് ആവണം എന്ന് ആഗ്രഹം ഉണ്ടോ? ഭരണം UDF വരണോ എന്ന ആഗ്രഹം ഉണ്ടോ? അങ്ങനെ പറയാൻ പറ്റില്ല. ഈ ഭരണം അനുകൂലിക്കുന്ന സ്കോപ്പ് കാണുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച അദ്ദേഹമാണല്ലോ. ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ചെറിയ ഭൂരിപക്ഷത്തിനല്ലേ ജയിച്ചേ? കുഞ്ഞമുദ്ദ് കുട്ടി മാസ്റ്റർ തന്നെ ജയിക്കും. പാറക്കൽ അബ്ദുള്ള എന്ന് പറഞ്ഞാൽ മൂപ്പര് നല്ല ഇവിടെ വ്യക്തിത്വമുള്ള ആളല്ലേ? ഇപ്പോഴത്തെ കുഴപ്പമില്ല, രണ്ടാളും രണ്ടാളും ഓക്കെ. കുറ്റ്യാടി മണ്ഡലം ജയിക്കാൻ സാധ്യത ആർക്കാണുള്ളത്? LDF UDF? ഒപ്പത്തിനൊപ്പമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഏത് പക്ഷത്തും ജയം പറയാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം പലാപലായിരുന്നു. പാസ്സായത്. അപ്പോ ഈ വർഷം നല്ല കമ്മ്യൂണിക്കേഷൻ നല്ല ജനകീയനാണ്. രണ്ടാളും ജനകീയനാണ്. പിന്നെ നിഷ്പക്ഷ വോട്ടുകൾ എങ്ങോട്ടാണ് മാറിയത് അവര് അതിനനുസരിച്ച്. ഇവിടെ ജയസാധ്യത രണ്ട് കിടില സ്ഥാനാർത്ഥികളെ കുറ്റ്യാടി നിയോജക മണ്ഡലത്തിലുള്ള. ഇതില് ഈ പ്രാവശ്യം ഏത് പക്ഷത്തായിരിക്കും ജയം ഉണ്ടാവുക? അപ്പൊ പാറക്കൽ അബ്ദുള്ള കുട്ടിക്ക് പ്രതീക്ഷ ഇല്ലേ? അദ്ദേഹം നല്ല ആളല്ലേ? കുഞ്ഞമുദ്ദ് കുട്ടി നിങ്ങളെ അഭിപ്രായത്തിലാരാ? ഇടതുപക്ഷം തന്നെയാണ് ഇല്ലേ? അതിലൊരു മാറ്റം ഉണ്ടാവില്ല. കുറ്റ്യാടി ജയിക്കാൻ സാധ്യത. കഴിഞ്ഞ പ്രാവശ്യം പാറക്കൽ അബ്ദുള്ള വെറും 345 വോട്ടിനാ തോറ്റി. ഇപ്രാവശ്യം എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? സാധ്യത കാണുന്നുണ്ടോ? നല്ല ഫൈറ്റാണ്, ബലാബലാണ്.
അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ മാതിരി തന്നെ ഇപ്രാവശ്യം ടൈറ്റ് മത്സരമാണ്. എങ്ങനെ ഒരു ചെറിയ മാർജിൻ ഉണ്ടാവുള്ളൂ, ഭൂരിപക്ഷം ഉണ്ടാവില്ല. ഒരു സ്ഥാനാർത്ഥി ജയ ഉറപ്പ്, ചെറിയ ഭൂരിപക്ഷം. അത് ആരാന്നുള്ളത് നിങ്ങളെ പറയാനാവില്ല. രണ്ടാളും തുല്യ അറിയപ്പെടുന്ന ഒരു ആൾക്കാരാ. ഓക്കെ, കുറ്റ്യാടി നിയോജക മണ്ഡലത്തിൽ ജയിക്കാൻ സാധ്യത ആരാണ്? LDF ആണോ UDF ആണോ? UDF തന്നെ ജയിക്കൂലേ? നിങ്ങളുടെ അഭിപ്രായത്തില് UDF? 10 വർഷം പിണറായി വിജയന്റെ ഭരണത്തിന്റെ കഴിഞ്ഞ പ്രാവശ്യം 300 ചില്ലറ വോട്ടിനാ തോറ്റേ. ഇപ്രാവശ്യം തിരിച്ചു പിടിക്കുക. വിപ്ലവം നടത്താൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് കഴിഞ്ഞ പ്രാവശ്യം എന്തോ ആ കാരണം കൊണ്ട് തോറ്റുപോയത്. കുപ്രചരണങ്ങൾ കൊണ്ട് തോറ്റുപോയത്. കുപ്രചരണം ഇപ്രാവശ്യം തിരിച്ചു പിടിക്കുക. ഓക്കെ ചേച്ചി, ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി LDF ആണോ UDF ആണോ? ചേച്ചിയുടെ അഭിപ്രായം? LDF. പാറക്കൽ അബ്ദുള്ള കുട്ടിക്ക് ചാൻസ് ഉണ്ടോ? ഒന്നും പറയാനില്ല, കുറച്ച് ടൈറ്റ് മത്സരമുള്ള സ്ഥലം അതെ. പുറമേരി പഞ്ചായത്ത്. ഞാനൊരു ഇലക്ഷന്റെ സർവേക്ക് വന്നതാ. ഇവിടെ ജയസാധ്യത ആരാ? കുറ്റ്യാടി മണ്ഡലം പുള്ളി തന്നെ ജയിക്കുള്ളൂ. പാറമൽ ഇല്ല, അഭിപ്രായം. ഇവിടെ യൂത്തന്മാർക്ക് ഇവിടെ വോട്ടുണ്ടല്ലോ. ഇപ്പൊ നിയമസഭയിൽ ആദ്യത്തെ വോട്ട് വരാണ്. ഏത് പക്ഷത്ത് കൊടുക്കാൻ ആഗ്രഹം? LDF ആണോ UDF ആണോ? UDF. ഏത് പഞ്ചായത്ത് വിടും? കുന്നുമ്മൽ പഞ്ചായത്ത്. ഇവിടെ ജയിക്കാൻ സാധ്യത ആരാണ്? കുഞ്ഞാവതുകുട്ടി മാസ്റ്റർ എന്നാണ്. അതാണ് ജയത്തിനുള്ള വേണ്ടത്, ആവശ്യമുള്ള ആളാണ്. നിങ്ങളുടെ അഭിപ്രായത്തിലായിരിക്കും കുഞ്ഞാവത്? കുറ്റ്യാടി മണ്ഡലം ജയിക്കാൻ സാധ്യത ഉള്ള LDF ആണോ UDF ആണോ? UDF ആ? ഇതിലെല്ലാരും UDF ആ? മോള് ഏതാണ്? UDF ആ? ഓക്കെ. അപ്പൊ പാറക്കൽ അബ്ദുള്ള ജയിക്കൂലേ? കുറ്റ്യാടി മണ്ഡലം ജയിക്കാൻ സാധ്യതയുള്ള ആരാ? LDF UDF BJP? കടുത്ത മത്സരം നടക്കുന്നത്. ഏത് മുന്നണിക്കും ജയിക്കാം. അതിൽ ഏറ്റവും കൂടുതൽ സാധ്യത രണ്ടാളും ജയിക്കാൻ ഉണ്ട് അല്ലേ? രണ്ടാളും ബലാബല. കുറ്റ്യാടി മണ്ഡലം ജയിക്കാൻ സാധ്യത ആരാ? LDF ആണോ UDF ആണോ? LDF തന്നെ. കുഞ്ഞാമുത്തുകുട്ടി മാസ്റ്റർ തന്നെ ജയിക്കുള്ളൂ. മറ്റേ പാറക്കൽ അബ്ദുള്ള ഒരു എതിരാളിയല്ലേ? ഇതിന്റെ മുന്നേയുള്ള 5 വർഷം അയാളെല്ലാം ഇനി ഒരു ചാൻസ് ഇല്ല. ഭൂരിപക്ഷം കൂടോ? കഴിഞ്ഞ പ്രാവശ്യം 300 ചില്ലറ വോട്ടിനാ ചെയ്യും. അതിൽ കൂടൂലേ? UDF. കുറ്റ്യാടി ഇതെവിടെ സ്ഥലം? കുറ്റ്യാടി അല്ലേ? കുറ്റ്യാടി. ആർക്കാണ് ജയം? കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ പാറക്കൽ അബ്ദുള്ള വെറും 345 വോട്ടിന് തോറ്റ മണ്ഡലമാണ്. ഇപ്രാവശ്യം പാറക്കലം തിരിച്ചു പിടിക്കുക സീറ്റ്? സംബന്ധിച്ചിടത്തോളം വളരെ മികവുള്ള ഒരാളാണ്. അതുപോലെ തന്നെ അല്ല പാറക്കൽ അബ്ദുള്ള? രണ്ട് വ്യക്തിപരമായിട്ട് രണ്ടാളും എന്ത് വികസന കാര്യമായിട്ട് ചെയ്ത്? വികസനം ബൈപ്പാസ് ആയാലും എല്ലാ കാര്യത്തിലായാലും മാഷ കയ്യൊപ്പില്ലാത്തൊരു കുറ്റ്യാടി ഇല്ല. കുറ്റ്യാടി പിന്നെ പണ്ട് മുതലേ കുറ്റ്യാടി മശാനായാലും താലൂക്ക് ഹോസ്പിറ്റൽ, ഫസ്റ്റുള്ള താലൂക്ക് ഹോസ്പിറ്റൽ, അതിൻ്റെ പിന്നെ മുന്നോട്ടായിട്ട് മാഷ് പിന്നെ ഏകനാട്ടനായിട്ട് പമ്പിച്ച് ഒരു പിന്നണിയിൽ മാഷുണ്ടായിരുന്നു. 110 kV സബ്സ്റ്റേഷൻ മാഷുണ്ടായിരുന്നു. ചിൽഡ്രൻസ് പാർക്ക് മാഷി വളരെ ആക്റ്റീവായിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു. ശരിക്കും കുറ്റ്യാടിന്റെ പുത്രനാണ്. കുറ്റ്യാടിന്റെ എല്ലാ കാര്യത്തിലും കുറ്റ്യാടിയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ആളാണ് മാഷി. അപ്പം ഭൂരിപക്ഷം കൂടെ ഇപ്രാവശ്യം വർദ്ധിക്കാനാണ് സാധ്യത. കുറ്റ്യാടി പാറക്കൽ അബ്ദുള്ള ജയിക്കും. ജയസാധ്യത ആരാണ്? പാറക്കൽ അബ്ദുള്ളക്ക് ഉണ്ട് ചാൻസ്, അല്ലെങ്കിൽ കുഞ്ഞാമുത്തുകുട്ടി മാസ്റ്ററാ? മാസ്റ്റർ തന്നെ, സംശയമൊന്നുമില്ല. 10 കൊല്ലം പിണറായി വിജയന്റെ ഭരണത്തിന്റെ നേട്ടങ്ങൾ കോട്ടങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ? നല്ല ഭരണ. ഇനി ഒരു 5 വർഷം കിട്ടിയാൽ സന്തോഷാണ്, സൂപ്പറാവും. ഇവിടെ ജയിക്കാൻ സാധ്യത ഉള്ള കുഞ്ഞാമുത്തുകുട്ടി മാസ്റ്റർ ഉണ്ട്, പാറക്കൽ അബ്ദുള്ള ഉണ്ട്. നിങ്ങളെ അഭിപ്രായത്തിൽ ആരാണ്? മാസ്റ്റർ തന്നെ. മാഷിനെ കഴിയൂല തോൽപ്പിക്കാൻ? പറ്റൂല? നിങ്ങളെ അഭിപ്രായത്തില്? ശരിയല്ല, അഭിപ്രായം പറഞ്ഞാൽ മതി. യെസ് ഓർ നോ? എന്താ? മാഷ് തന്നെ ജയിക്കൂല. 10 കൊല്ലം പിണറായി വിജയന്റെ ഭരണത്തിന്റെ എന്താ പറയാനുള്ളത്? നല്ല ഭരണം. നിങ്ങളെ അഭിപ്രായത്തില് നല്ല ഭരണം. ഇതില് ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള LDF UDF? ഒരു കാരണവശാലോ പിന്നെ കുഞ്ഞുകുട്ടി മാഷ് ജയിക്കാതിരിക്കാൻ പാടില്ല. ജയിക്കണം. നിങ്ങളെ അഭിപ്രായത്തില്? അതന്നെ ജയിക്കാൻ സാധ്യതയുള്ള കുഞ്ഞുകുട്ടി മാഷാണോ അല്ലെങ്കിൽ നമ്മളെ പാറക്കൽ അബ്ദുള്ളക്ക് ചാൻസ് ഉണ്ടോ? നീ പറഞ്ഞു. ഇവിടെ പറഞ്ഞു എന്താണ് അഭിപ്രായം? ആര് ജയിക്കും?
മാഷ് തന്നെ അല്ലേ? മാഷിനെ തോൽപ്പിക്കാൻ ഇല്ല ഇവിടെ ഇല്ല. 10 വർഷത്തെ പിണറായി വിജയന്റെ ഭരണത്തിന്റെ നേട്ടങ്ങൾ ഇനിയും കിട്ടണം. 5 വർഷം. ഓ ഓൾറെഡി കുറ്റ്യാടി പഞ്ചായത്താ? കുന്നുംപുറം കുന്നുമ്മൽ പഞ്ചായത്ത്. ആ ഓക്കെ ഓക്കെ. ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള ആരാ? കുഞ്ഞുട്ടി മാഷനാണോ അല്ലെങ്കിൽ പാറക്കൽ അബ്ദുള്ളക്ക് ഉണ്ടോ ചാൻസ്? കുഞ്ഞുട്ടിക്ക് എന്നാ നിങ്ങളെ അഭിപ്രായം എന്താ? അതന്നെ കാണണേ. പാറക്കൽ അബ്ദുള്ള കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് മത്സരം ടൈറ്റ് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ടൈറ്റ് ഉണ്ടോ? നല്ല ടൈറ്റ് തന്നെയാണ് ആണോ? ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഇവിടെ കുറ്റ്യാടി മണ്ഡലം ജയിക്കാൻ സാധ്യതയുള്ള UDF ആണോ LDF ആണോ? LDF ആ? കുഞ്ഞോൻകുട്ടി തന്നെ ജയിക്കുള്ളൂ. പാറക്കൽ അബ്ദുള്ള എതിരാളിയാണോ? എതിരാളിയാണ്. നല്ല മത്സരമായിരിക്കും. ജയിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സാധ്യത ഉണ്ട് അല്ലേ? 5000 വോട്ടിന് ജയിക്കും. രാമദാസ് വരണമെന്നാ പറയുന്നത്. അതാരാ? BJP സ്ഥാനാർത്ഥി എത്തോ? 100% എത്ര വോട്ട് വേണം ജയിക്കില്ല? ഞാൻ ചോദിക്കില്ല എത്ര വോട്ട് വേണം? 100% വിജയിക്കണം. പിന്നെ അഭിപ്രായം പിണറായി വിജയന്റെ ഭരണം നല്ല ഭരണമാണ്. ഇപ്രാവശ്യം കുഞ്ഞമ്മൂട്ടി മാഷ് നല്ല വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും. ഹലോ, ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള ആരാ? LDF ആണ് UDF? കുഞ്ഞമ്മൂട്ടി മാഷ്. നിങ്ങളെ അഭിപ്രായത്തിൽ പാറക്കൽ അബ്ദുള്ളക്ക് ചാൻസ് ഉണ്ടോ ഇപ്രാവശ്യം? കുഞ്ഞമ്മൂട്ടി മാഷ് ജയിക്കാണ്ട് പാറക്കൽ അബ്ദുള്ള എങ്ങനെ ജയിക്കുക? എല്ലാം പാറക്കലിന് ചാൻസ് ഇല്ല. ടൈറ്റ് ആവോ ഇപ്രാവശ്യം? മുമ്പൊന്നല്ല. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം 345 വോട്ട് ഗുണനച്ചിഹ്നം കഴിഞ്ഞ പ്രാവശ്യത്തിനൊക്കെ ഈ പ്രാവശ്യം വേറെ വ്യത്യാസം കൂടുതലുണ്ട്. ഈ പ്രാവശ്യം SDPI എങ്ങോട്ടാ വോട്ട് എന്നുള്ളത് തിരികില്ല. കഴിഞ്ഞ പ്രാവശ്യം പാറക്കലിനാണ് കിട്ടിയത്. ഈ പ്രാവശ്യം പാറക്കലിനുള്ള അവരെ തീരുമാനം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ കുഞ്ഞമ്മദ് കുട്ടി മാഷ് തന്നെ ജയിക്കും. മാറ്റം വരുന്ന ആഗ്രഹമുണ്ട്. പക്ഷെ വരോ?